മമതാ ബാനർജിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. ബ്രിട്ടീഷുകാർക്ക് സമാനമായി ബംഗാളിനെ ഭാരതത്തിൽ നിന്നും വേർപെടുത്താനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഗുണ്ടാഭരണമെന്നും എം.പിയും ബി.ജെ.പി. വക്താവുമായ സാംബിത് പത്ര കുറ്റപ്പെടുത്തി. भूमि है जहां से वंदे मातरम की गूंज उठी थी. बंगाल अध्यात्म, तप, तपस्या और यज्ञ की भूमि है. मगर आज बहुत दुख के साथ मुझे कहना पड़ रहा है, उसी तप की भूमि पे ममता बनर्जी जी ने जिस प्रकार के शासन को स्थान दिया है, आज का माहौल बंगाल में बंग भंग जैसी स्थिति ही बनाई हुई है. अगर मैं जोरदार तरीके से कहूं कि तुष्टीकरण के नींव पर ममता बनर्जी की चेष्टा है कि बंगाल को अलग थलग कर दिया जाए, आज कभी कभी तो ऐसा लगता है कि इज बंगाल अ डिफरेंट पार्ट ऑफ इंडिया? इज बंगाल अवे फ्रॉम इंडिया? क्या बंगाल भारत का हिस्सा है या नहीं? जो भी प्रक्रिया भारतवर्ष में होता है, उन सारी संवैधानिक प्रक्रियाओं पर कुठाराघात करती है ममता बनर्जी और टीएमसी की सरकार बंगाल के अंदर. ജിഷ്ണു കൃഷ്ണൻ ശരിയാണ്. ജിഷ്ണു, അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ബി.ജെ.പി. വക്താവ് മമതാ ബാനർജിയെ വിമർശിച്ചിരിക്കുന്നത്. പ്രധാനമായും സാംബിത് പത്ര എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? കെ.പി. ഗുരുതരമായിട്ടുള്ള ഭാഷയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ഇന്ന് ബി.ജെ.പി. ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഘട്ടത്തിൽ ബി.ജെ.പി. ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, നേരത്തെ ബ്രിട്ടീഷുകാർ ചെയ്തതിന് സമാനമായി ബംഗാളിനെ ഭാരതത്തിൽ നിന്ന് വിഭജിക്കാനാണ്, ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനാണ് മമതാ സർക്കാരും തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുന്നത് എന്ന വലിയ ആരോപണമാണ് ബി.ജെ.പി. മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ഇന്ന് ബംഗാളിൽ നടക്കുന്ന ഗൂണ്ടാ രാജിൻ്റെയും അക്രമങ്ങളുടെയും എല്ലാം തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. വക്താവും എം.പിയുമായിട്ടുള്ള സാംബിത് പത്രയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്, ഭാരതം പൊതുവായി മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ നയങ്ങളെയും, കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെയും, ഭാരതത്തിൻ്റെ ഭരണഘടന മുൻപോട്ട് വയ്ക്കുന്ന ദർശനങ്ങളെയും എല്ലാം കണ്ണടച്ചെതിർത്തുകൊണ്ട് ബംഗാളിനെ മറ്റൊരു ഭൂപ്രദേശമായി അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് വേറിട്ട് നിർത്താനാണ് മമത ശ്രമിക്കുന്നത്. അവിടെ സാധാരണക്കാർ ആക്രമിക്കപ്പെടുന്നു, മാധ്യമപ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു. ബംഗാളിൽ രക്തം ചിന്തുകയാണ്, രക്തം ഒഴുകുകയാണ് എന്നുള്ളതാണ് ബി.ജെ.പി. കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ വന്ദേ മാതരം ഉയർന്ന മണ്ണിൽ ഇന്ന് രക്തം ഒഴുകുകയാണ്. മമതാ ബാനർജി റോഹിംഗ്യൻ മുസ്ലിമുകളെയും ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയും വോട്ട് ബാങ്കായി സംരക്ഷിക്കുന്നു. കൃത്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വിവേചനം ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഭാരതത്തിൽ നിന്ന് ബംഗാളിനെ വിഘടിപ്പിക്കാനും മമതാ ബാനർജി ശ്രമിക്കുന്നു എന്ന വലിയ ആരോപണം. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.